യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ലഹരി കച്ചവടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വൻതോതിൽ MDMA കേരളത്തിൽ എത്തിച്ചതായി കണ്ടെത്തി. മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം പ്രതികൾ മറയാക്കിയതായി സൂചന. പിടിയിലായ യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഹുസൈൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ മുന്നണി പോരാളിയാണ്. കഴിഞ്ഞ ദിവസമാണ് MDMAയുമായി ഇവരെ പിടികൂടിയത്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, ഗുഡ് മോർണിംഗ്. അവന്തിക, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസം ഈ MDMAയുമായി പിടികൂടിയവർ ഈ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ളവരെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ തൂഫാനുമായി കേരളത്തിൽ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തുമ്പോൾ ഈ തൂഫാന്റെ മുന്നണി പോരാളിയായി നിന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ആൾ. അതുകൂടാതെ തന്നെ ഇതൊരു മുഖ്യമന്ത്രിയുമായുള്ള ഫോട്ടോകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊരു സെൽഫിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എന്താണ് വിവരങ്ങൾ? അവന്തിക, തീർച്ചയായും ഇത് ഏതെങ്കിലും ഒരു സെൽഫി എടുത്ത ചിത്രമല്ല പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുമായി ഇവർ പലയിടങ്ങളിൽ കാണുന്നത്, സംസാരിക്കുന്നത്, മുഖ്യമന്ത്രി ഇവരുടെ വീടുകളിൽ എത്തുന്നത്, ഇവർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും പറവൂരിലെയും ദേശത്തെയും വീടുകളിലും ഒക്കെ സന്ദർശകരായിരുന്നു എന്ന വിവരം എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവർക്ക് വലിയ ബന്ധം മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ VD സതീശന് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ഈ പിടിയിലായ 4 പ്രതികളിൽ 3 പേർ എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ കോൺഗ്രസ് പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് ചെറുതല്ല. കാരണം ഇവർ മുഖ്യമന്ത്രി പദവി, ഈ സതീശൻ്റെ മുഖ്യമന്ത്രി പദവിയായിട്ടുള്ള ബന്ധം അത്തരത്തിൽ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോലീസ് അത് അന്വേഷിക്കുന്നുമുണ്ട്. ഏതായാലും പക്ഷേ ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർ ഈ മയക്കുമരുന്ന് കടത്തിൽ ഇവരുടെ റോൾ എന്ത് എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. അത് കാസർഗോഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ചന്ദേര പോലീസ് അതിൽ വിശദമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ സമാന്തരമായി പെരുമ്പാവൂരിലും ഇവർ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു കണ്ണികളാണ് എന്നുള്ളതാണ്. ഇതൊരു വലിയ മയക്കുമരുന്ന് കണ്ണിയുടെ ഭാഗങ്ങളാണ് എന്നുള്ളതാണ്. വലിയ തോതിൽ ബാംഗ്ലൂരുവിൽ നിന്നും MDMA വാങ്ങി അത് കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ആളുകൾക്ക് കൈമാറുന്ന ഒരു സംഘം. ഇത് റീറ്റെയിൽ അല്ല ഇവരുടെ ജോലി. ഇവർ ഹോൾസെയിലായി തന്നെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളാണ് എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടിച്ച 139.4 ഗ്രാം, അതിനൊപ്പം തന്നെ ആകെ അവർ അന്ന് വാങ്ങിയിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് 500 ഗ്രാം MDMA ആണ്. അതിൽ ബാക്കി എവിടെ പോയി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിൽ കുറച്ച് ഭാഗം കണ്ണൂരും കുറച്ച് ഭാഗം മലപ്പുറത്തിനും കൊടുത്തുവിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ബാക്കിയാണ് 139 ഗ്രാം പെരുമ്പാവൂരിലെത്തിക്കാൻ തീരുമാനിച്ചത്. ആ പെരുമ്പാവൂരിലേക്കുള്ള മാർഗ്ഗമധ്യയാണ് കാലിക്കടവിൽ വെച്ച് കാസർഗോഡ് പോലീസ് പിടികൂടുന്നത്. അപ്പോൾ അതിനർത്ഥം ഇവർ ബംഗളൂരുവിൽ നിന്ന് വലിയ അളവിൽ മയക്കുമരുന്ന് വാങ്ങി കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അറിയേണ്ടത് ആര് ബംഗളൂരുവിൽ നിന്ന് വാങ്ങി, ആ വാങ്ങിയ ആളെയും അത് കൈമാറിയ ആളെയും ഇതിനകം പിടികൂടിയിട്ടുണ്ട്. അയാൾ സൈനുലാബ്ദീൻ എന്ന് പറയുന്ന പെരുമ്പാവൂർ സ്വദേശിയാണ്. അയാളും കോൺഗ്രസ് സജീവ പ്രവർത്തകനാണ് എന്നത് വിവരവും പുറത്തു വന്നു. അപ്പോൾ ഇനി കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത് എങ്ങനെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നമായി ഉയർന്നു വരുന്നത്. അതിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ കണ്ണികളെല്ലാം യൂത്ത് കോൺഗ്രസും പ്രവർത്തകരാണോ, അതോ ഇത് വെറും മയക്കുമരുന്ന് സംഘം മാത്രമാണോ, അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഇവർ ഭാഗമാവുകയായിരുന്നോ എന്നുള്ളത്, അതോ ഈ യൂത്ത് കോൺഗ്രസ് സംവിധാനം ഉപയോഗിച്ച് തന്നെ ഇവർ ഇത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. അതിനുള്ള ഉത്തരങ്ങളെല്ലാം കണ്ടെത്താനുള്ള ശ്രമത്തിനാണ് പോലീസ്. അതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് നൽകാനും കഴിയും. മറ്റൊന്ന്, ഇവരുടെ ഒരു പശ്ചാത്തലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞത് സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവർ 2 പേർ, ഈ അബ്ദുൽ സലാമും ഹുസൈനും സഹോദരങ്ങളുടെ മക്കളാണ്. അടുത്തടുത്ത് വീട് അറക്കപ്പെടി താമസിക്കുന്നവരാണ്. സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസിൻ്റെ ക്യാമ്പയിനുകളിലെല്ലാം പങ്കെടുക്കുന്നവരാണ്. എൽദോസ് കുന്നപ്പള്ളിയോട് മത്സരിച്ച കാലത്തും ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും VD സതീശൻ പറവൂരിൽ നിരന്തരം മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവർക്കൊക്കെ വേണ്ടി പ്രചരണം നടത്തുന്ന ആളുകളാണ്. കോൺഗ്രസിൻ്റെ എല്ലാ ക്യാമ്പയിനിലും പങ്കെടുക്കുന്ന ആളുകളാണ്. മറ്റൊന്ന്, ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം നടത്തി വരുന്നുണ്ട്. ആ തൂഫാൻ ക്യാമ്പയിനിൽ ഒരു മുന്നണി പോരാളിയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് നേതാവും ആയ ഹുസൈൻ എന്നുള്ളതാണ്. ഹുസൈൻ യൂത്ത് കോൺഗ്രസിൻ്റെ
വെങ്ങോല പഞ്ചായത്തിൽ 142-ാം ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ ബൂത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അവിടെ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചു. സേ നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു വലിയ പ്രഭാത നടത്തം. ആ പ്രഭാത നടത്തത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഹുസൈൻ എന്നുള്ളതാണ്. അതായത് പെരുമ്പാവൂരിലും സമീപപ്രദേശങ്ങളിലും വലിയ തോതിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ നേതൃത്വം നൽകിയ ആളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ ഹുസൈൻ. MDMA-യുമായി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. മാത്രമല്ല, ഈ അടുത്ത നാളുകളിൽ നമുക്കറിയാം തൂഫാനുമായി ബന്ധപ്പെട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി നേരിട്ട് കളത്തിലിറങ്ങി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണം കിട്ടിയത് നമുക്കറിയാം ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളൊക്കെ കൂടുതൽ പാർക്കുന്ന പെരുമ്പാവൂരിൽ അദ്ദേഹം നടത്തിയൊരു ക്യാമ്പയിനാണ്. അദ്ദേഹം ഒരു ദിവസം പൂർണ്ണമായി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ ഈ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ സന്ദർശിച്ചു. അത്തരം അവരെ ഹിന്ദിയിൽ അവരോട് പ്രസംഗിച്ച് അവരെ ബോധവൽക്കരിച്ചു. അങ്ങനെ വലിയൊരു ക്യാമ്പയിനായി അത് നടത്തിയതാണ്. അതൊരു വിജയമായിരുന്നു എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അത് പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അറിയുന്നത്. ഈ ഹുസൈൻ ഈ തൂഫാൻ ക്യാമ്പയിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ആ പരിപാടിയിൽ ആദ്യന്തം ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുത്ത ആളാണ് ഹുസൈൻ. അതിൻ്റെ വീഡിയോകളും ദൃശ്യങ്ങളും ഹുസൈൻ തന്നെ അയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതിൻ്റെ ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ ഇത് ഒരു തരം അക്ഷരാർത്ഥത്തിൽ ഒരു തരം കബളിപ്പിക്കലായിരുന്നു ആ ക്യാമ്പയിൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുത്ത് നടത്തിയത് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. കാരണം ഇവർ സജീവമായി കോൺഗ്രസിൻ്റെ മുഖമായി പെരുമ്പാവൂരിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു മയക്കുമരുന്ന് കച്ചവടവും വലിയൊരു ശൃംഖലയുടെ കണ്ണികളുമാണ് എന്ന വിവരം യഥാർത്ഥത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ സജീവമായി പങ്കെടുപ്പിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടതും പരിശോധിക്കേണ്ട ഒരു കാര്യം, VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ നടത്തിപ്പുകാരൻ, മുഖ്യമന്ത്രിയായതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നിത്യ സന്ദർശകൻ, അങ്ങനെ ഉള്ള ഒരാൾ ഇത്തരത്തിലൊരു ക്യാരക്ടറാണ് എന്ന് എന്തുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവിനും ഇന്ന് മുഖ്യമന്ത്രിക്കും മനസ്സിലാവാതെ പോയി എന്നുള്ളതാണ്. അത് മനസ്സിലായിട്ടും അത് അയാളുടെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടെടുത്തതാണോ എന്നറിയില്ല. ഏതായാലും കോൺഗ്രസിനെ ഇത് വെട്ടിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെയും ഇത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ മുന്നണി പോരാളികളായി ഇറങ്ങി വരുന്ന ആളുകൾ ഇത്തരം മനുഷ്യരാണെന്ന ചിന്ത ഈ ലഹരിക്കെതിരെ ചിന്തിക്കുന്ന സമൂഹത്തിന് വ്യാപകമായി ഉയർന്നു വരാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി ഇത് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ലഹരി നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ചപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനൊപ്പം കേരളത്തിലെ ജനങ്ങൾ തൂഫാൻ എന്ന പേരിൽ അണിനിരക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ മുഖം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു പരിപാടി യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇനി വരാനുള്ളത് ഇവരുടെ ലഹരി കച്ചവടത്തിൻ്റെ വിവരങ്ങളാണ്. അത് വരും ദിവസങ്ങളിൽ വിപുലമായി പുറത്തു വരികയും ചെയ്യും. അവന്തിക, സാലി സൂചിപ്പിച്ചതുപോലെ ഈ ഹുസൈൻ ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കൂടിയാണ്. ഇപ്പോൾ നേരത്തെ സാലി സൂചിപ്പിച്ചതുപോലെ ഇത് നേരത്തെ, അതായത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൂടെ ഇവർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടും അത് അറിയാത്തതുപോലെ നടിച്ചതാണോ എന്നൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. ഇനി അറിയേണ്ടത് ഇവർക്കിനി വലിയ കണ്ണികളുമായിട്ട്, അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത്, അല്ലെങ്കിൽ ഈ ലഹരി കച്ചവടക്കാരുമായിട്ട് ഇനി കൂടുതൽ ബന്ധമുണ്ടോ എന്നൊരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഇവർക്കെതിരെ കൂടുതൽ കേസുകളുണ്ടോ എന്ന്. ഈ തൂഫാനുമായിട്ട് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ സർക്കാർ രംഗത്തിറങ്ങുമ്പോൾ ആദ്യം ഈ കോൺഗ്രസിനകത്ത് തന്നെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു തൂഫാൻ നടത്തേണ്ടത് അത്യാവശ്യമല്ലേ ഈ ഒരു സാഹചര്യത്തിൽ? രണ്ടുണ്ട് പ്രശ്നം. ഒന്ന്, അത് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ളത്, അത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് പറയുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാമായിരുന്നു എന്ന് നമ്മളിപ്പോൾ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. കാരണം പൊതുപ്രവർത്തകർ, മുഖ്യമന്ത്രി ഒക്കെ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രാദേശികമായി നേതാക്കളുമായിട്ടും പ്രവർത്തകരുമായിട്ടും ബന്ധമുണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ ഇത് കേവലമായ ബന്ധമല്ല, സാധാരണ നേതാവും അനുയായിയും തമ്മിലുള്ള ബന്ധമല്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിൽ ഈ ഹുസൈൻ്റെയും സലാമിൻ്റെയും വീട് അടുത്തടുത്താണ്. അവിടെ വന്ന് സന്ദർശിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഒന്ന്, ഇതേ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം പോയി കാണുന്നതും വളരെ രഹസ്യ സ്വഭാവത്തോടെ കൈപിടിച്ച് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മറ്റൊന്ന്, ഇതിൽ ഒരാൾ അതീവ സുരക്ഷയുള്ള നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്തെ കോറിഡോറിലൂടെ നമ്മുടെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം
നടന്ന് സംസാരിച്ചുകൊണ്ട് പോകുന്നത് ആ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ അർത്ഥം കേവലമായ ഒരു നേതാവ് അനുയായി ബന്ധമല്ല ഇവരൊക്കെ തമ്മിലുള്ളത്, അത്തരത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇനി ഇയാളുടെ ലഹരി കച്ചവടം അറിയാമോ ആയിരുന്നോ എന്നുള്ളതൊക്കെ വെളിപ്പെടുത്തേണ്ടതും പറയേണ്ടതും വി ഡി സതീശനാണ്, അത് അദ്ദേഹത്തിന് വിടാം. പക്ഷേ ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ എന്തിനൊപ്പം നിർത്തി എന്ന ചോദ്യത്തിന് വി ഡി സതീശൻ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് നിർണായകമായൊരു പ്രശ്നം തന്നെയാണ്. അത് അദ്ദേഹം പറയും അല്ലെങ്കിൽ പറയുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊന്ന് ഇവരുടെ ലഹരിക്കടത്തുമായുള്ളൊരു ബന്ധമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് വിശദമായ അന്വേഷണം ചന്ദേര പോലീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് പെരുമ്പാവൂരിലും ഇവരെക്കുറിച്ച് അന്വേഷണം സമാന്തരമായി പോലീസ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലാണ് ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. കാരണം പെരുമ്പാവൂർ സ്വദേശി തന്നെയാണ് ബംഗളൂരുവിൽ നിന്ന് ഇവർക്ക് 500 ഗ്രാം MDMA കളക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവരുടെ ഇന്ന് പിടികൂടിയിരിക്കുന്നത് 140 ഗ്രാമേ ഉള്ളൂ. ബാക്കി എവിടേക്ക് കൊണ്ടുപോയി, ബാക്കി ആർക്കൊക്കെ കൊടുത്തു, ഈ സംഘത്തിൽ, ഈ കണ്ണികളിൽ, ഈ മഹാശൃംഖലയിൽ ഇവർ യൂത്ത് കോൺഗ്രസ് എന്ന സംവിധാനത്തെയാണോ ഉപയോഗിച്ചത്, അതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഈ ലഹരിക്കടത്ത് സംഘത്തിൽ ഭാഗമായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ, അതോ അവർ സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ച് ഇവർ ലഹരി വിൽപ്പന നടത്തിയോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ പോലീസ് ഇപ്പോൾ കടക്കുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം അത് ഭരണകക്ഷിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചോദ്യവും അതിന് ലഭിക്കുന്ന ഉത്തരം നേതൃത്വത്തെ ആകെ അങ്കലാപ്പിലാക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമോ എന്ന് കണ്ടറിയണം. എങ്കിലും അന്വേഷണ സമാന്തരമായി പോലീസ് നടത്തുന്നുണ്ട്. അത് പെരുമ്പാവൂരിലുമുണ്ട്, കാസർഗോഡ് കാലിക്കടവ് ചന്ദേര ഭാഗത്തുമുണ്ട്, ബംഗളൂരു കേന്ദ്രീകരിച്ചുമുണ്ട്. അപ്പോൾ ഇവർ മുമ്പ് എത്ര തൂക്കത്തിൽ എത്ര അളവിൽ MDMAയും മറ്റു മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അത് എവിടെയൊക്കെ ആർക്കൊക്കെ വിതരണം ചെയ്തു, ആ ശൃംഖലയുടെ ഭാഗമായി വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം പുറത്തു വരും. ആ ഉത്തരം കോൺഗ്രസിനെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശനെയും പ്രതിസന്ധിയിലും പ്രതിക്കൂട്ടിലുമാക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അവന്തിക വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് നാളെയൊക്കെ ആയിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ടാവും. ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങളിലൊന്ന് ഇതായിരിക്കും. അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയാത്തത്ര തെളിവോടെയാണ് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. എന്തു പറയും മുഖ്യമന്ത്രി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സാലി സൂചിപ്പിച്ചതുപോലെ ഇനി കോൺഗ്രസിനെ മറയാക്കിയാണോ ഇവർ ഇത്തരത്തിൽ ഈ ലഹരിക്കച്ചവടം നടത്തിയത് എന്നാണ് അറിയേണ്ടത്. ഇവരുടെ പിന്നിൽ ഇനി ആരൊക്കെയാണ് ഉള്ളതെന്ന് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഇവർ ഇതിനു മുമ്പും ഈ ലഹരിക്കച്ചവടവുമായി മുന്നോട്ട് പോയിരുന്നോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ വലിയ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. പോലീസ് അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിയുമായും കോൺഗ്രസുമായും ഇവർക്കുള്ള ബന്ധം അത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്.